എന്നിങ്ങനെ നിർദ്ദേശിച്ചു. വീരഭദ്രനെ അയച്ചു. വീരഭദ്രൻ ഭദ്രകാളിയോടുകൂടി ശിവഗണങ്ങളോടുകൂടി പുറപ്പെട്ടു ആ യാഗശാലയിലേക്ക് എന്നാണ്. അങ്ങനെ യാഗശാലയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ പുറമേ നിർത്തിയെന്നാണ്, കാവൽക്കാരായിട്ട് ശിവഗണങ്ങളെ നിർത്തിയിട്ട് പറഞ്ഞു വീരഭദ്രൻ, അകത്ത് ഞാൻ കടക്കുമ്പോൾ പലരും പുറത്തേക്ക് ഇറങ്ങി വരും, ആരെയും വിടരുത് എന്നാണ്. അങ്ങനെ ചുറ്റും കാവലിന് ശിവഗണങ്ങളെ നിർത്തിയിട്ടാണ് ആ വീരഭദ്രൻ ഇത്യുക്ത വീരഭദ്രസ്തു ഭദ്രകാളീ സഹായവാൻ വിവേശ യാഗസദനം സർവ ദേവഗണാകുലം. യാഗശാലയിൽ പ്രവേശിച്ചു. ഭദ്രകാളിയെയും വീരഭദ്രനെയും കണ്ട് മറ്റ് ദേവന്മാരൊക്കെ ഭയപ്പെട്ടു എന്നാണ്. ഇവര് ശിവാംശങ്ങളാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. കണ്ടാൽ തന്നെ അറിയാം ശിവകോപത്തിൽ നിന്ന് ആവിർഭവിച്ചവരാണ്. നമുക്കൊക്കെ വിനാശകാലമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർ പരസ്പരം പറഞ്ഞു. ശിവനിന്ദയാണ് ചെയ്തത് ദക്ഷൻ. നമ്മളും ആ ശിവനിന്ദ ചെയ്ത ദക്ഷന്റെ ഒപ്പം നിൽക്കുന്നവരാണ്. നമുക്കും ഇവരിൽ നിന്ന് ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായി വരും. എന്തിനാണ് ദക്ഷൻ ഇങ്ങനെയൊരു യാഗം ആരംഭിച്ചത്? സ്വാർത്ഥചിന്തയോടുകൂടി ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരും അതിന് കൂട്ടുനിൽക്കുന്നവരും സഹായിക്കുന്നവരും ഒക്കെ നശിക്കും എന്നൊക്കെ പരസ്പരം പറയാൻ തുടങ്ങി. അപ്പോഴേക്കും വീരഭദ്രനും ഭദ്രകാളിയും പ്രവേശിച്ചു. തൻ്റെ വരവറിയിച്ചുകൊണ്ട് കൊമ്പ് വിളിക്കാൻ തുടങ്ങി, കോലാഹല ശബ്ദം പുറപ്പെടുവിച്ചു. മേരുപർവ്വതം പോലും കുടുങ്ങാൻ തുടങ്ങിയെന്നാണ്. അവിടെ കൂടിയിരുന്നവരൊക്കെ ബോധരഹിതരായി, മോഹബാധിതരായി തീർന്നു. പുറത്തു കടക്കാൻ ശ്രമിച്ച, ഭയപ്പെട്ടുകൊണ്ട് പുറത്തു കടക്കാൻ ശ്രമിച്ച ദേവന്മാരെയൊക്കെ ശിവഗണങ്ങൾ വീണ്ടും അകത്തേക്ക് വിട്ടു. പുറത്തു പോകാൻ പറ്റില്ല എന്നാണ്. അപ്പോഴേക്കും ദക്ഷനും ആകെ കോപവും വെപ്രാളവുമൊക്കെയായി. ചോദിച്ചു വീരഭദ്രനോട്, ആരാണ് ഭവാൻ? എന്തിനു വേണ്ടി ഇവിടെ വന്നു? അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വാമിയായിട്ടുള്ള ശ്രീപരമേശ്വരൻ്റെ ആജ്ഞയെ മാനിച്ചുകൊണ്ട് വന്നതാണ്. വേഗം തന്നെ രുദ്രഭാഗം, ശിവനുള്ള ഹവിർഭാഗത്തെ തന്നാലും. അപ്പോൾ ദക്ഷൻ പറഞ്ഞു, ഞാൻ ശിവന് മാത്രം യാഗഭാഗം തരില്ല, മറ്റെല്ലാ ദേവന്മാരെയും യാഗഭാഗം നൽകി സംപ്രീതരാക്കും. അപ്പോൾ അവിടെ കൂടിയിരുന്നവരൊക്കെ, മഹർഷിമാരൊക്കെ ഭയത്തോടുകൂടി പറഞ്ഞു ദക്ഷനോട്, അങ്ങ് ആ ശിവാജ്ഞയെ മാനിക്കുക, യാഗഭാഗം നൽകുക. ആദ്യം ഹവിസ് നൽകാൻ അർഹനായിട്ടുള്ളത് ആ ശ്രീപരമേശ്വരൻ തന്നെയാണ്. പക്ഷെ അതൊന്നും ദക്ഷൻ കൂട്ടാക്കിയില്ല. വേദസ്വരൂപികൾ, വേദം തന്നെ മൂർത്തിരൂപം പൂണ്ട് ദക്ഷനെ ഉപദേശിക്കുന്നുണ്ട്. ദക്ഷൻ അത് കൂട്ടാക്കുന്നില്ല. അപ്പൊ താൻ ചോദിച്ചതിന് മറുപടി ഇങ്ങനെയാണ് എന്ന് കണ്ടതോടുകൂടി വീരഭദ്രൻ പെട്ടെന്ന് കോപത്തോടുകൂടി ആ യാഗശാലയെ നശിപ്പിക്കാനായിട്ട് പുറപ്പെടുകയാണ്. ദക്ഷനും അതുപോലെ തന്നെ അവിടെ കൂടിയിരുന്നവരുമൊക്കെ ആ വീരഭദ്രന്റെ ശിക്ഷയെ ഏറ്റുവാങ്ങി എന്നാണ് പറയുക. എല്ലാവരും മുറിവേറ്റു. അവരൊക്കെ അവിടുന്ന് പുറത്തു കടക്കാൻ തുടങ്ങി. ഒടുവിൽ പല ദേവന്മാർക്കും പലതരത്തിലാണ് പ്രയാസമുണ്ടായത് എന്ന് പറഞ്ഞു. ഭഗന്റെ നേത്രങ്ങളെ ചൂഴ്ന്നെടുത്തു. അതുപോലെ തന്നെ അഗ്നിയുടെ ഹസ്തങ്ങളും ജിഹ്വയും ഛേദിച്ചു. വായുവിനെ മഴുകൊണ്ട് ആക്രമിച്ചു. വരുണനെ ആക്രമിച്ചു. തൻ്റെ ശൂലം കൊണ്ട് കുബേരനെ കുത്തിക്കോർത്തെടുത്തിട്ട് നൃത്തം ചെയ്തു എന്നൊക്കെയാണ്. ഇങ്ങനെ ദേവന്മാർക്കൊക്കെ ഈ വീരഭദ്രന്റെ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ ആ
ദക്ഷൻ്റെ ശിരസ് പിഴുതെടുത്തു, ഹോമകുണ്ഡത്തിലിട്ടു. പിന്നീട് യാഗശാല പൂർണ്ണമായിട്ട് അഗ്നിക്കിരയാക്കുകയും ചെയ്തു. അവിടെ എല്ലാം അശുദ്ധമാക്കിയെന്നാണ്, യാഗശാല മുഴുവനും അശുദ്ധമാക്കിയെന്നാണ്. ഇപ്രകാരം ശിക്ഷ ഏറ്റുവാങ്ങുകയും ദക്ഷന്റെ കഥ തന്നെ കഴിഞ്ഞു എന്ന അവസ്ഥയിൽ ഇപ്പോൾ വീരഭദ്രൻ കോപത്തോടു കൂടിയിട്ടാണ് ഭദ്രകാളിയോടും ഗണങ്ങളോടും കൂടിയിട്ട് ആക്രമിച്ചതും. അത് കണ്ട് ദേവന്മാരൊക്കെ ഒടുവിൽ സ്തുതിക്കാൻ ആരംഭിച്ചു എന്നാണ്. വീരഭദ്രനെ ദണ്ഡനമസ്കാരം ചെയ്ത് സ്തുതിച്ചു. അങ്ങ് ആ ദക്ഷനെ, ശിവനിന്ദ ചെയ്തതായിട്ടുള്ള ദക്ഷനെ ശിക്ഷിച്ചത് ഉചിതമായ സംഗതി തന്നെയാണ്. പക്ഷേ ദക്ഷന്റെ സമീപത്ത് നിൽക്കുന്ന ദേവന്മാർ വധ്യരല്ല. അപ്പോൾ വീരഭദ്രൻ പറഞ്ഞു, ആ ശ്രീപരമേശ്വരനെ നിന്ദിക്കുന്നവരാരാണെങ്കിലും പാപിയാണ്, മഹാപാപിയാണ്. പാപകർമ്മം ചെയ്യുന്നവരുടെ ഒപ്പം നിൽക്കുന്നവരും പാപത്തിൻ്റെ പങ്ക് പറ്റുന്നവരാണ്. അവർക്കും അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒടുവിൽ ഇത് ശ്രീപരമേശ്വരൻ്റെ ആജ്ഞ തന്നെയാണ് എന്ന് ബോധിച്ചതായ ദേവന്മാരൊക്കെ ദണ്ഡനമസ്കാരം ചെയ്തു, അഞ്ജലീഹസ്തരായിട്ട് ദണ്ഡനമസ്കാരം ചെയ്തു എന്നാണ്. ഞങ്ങളുടെ അപരാധം ക്ഷമിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്യുക്ത്വാ പ്രണനാമായം വീരഭദ്രം പുനഃ കൃപാം ചക്രേ തഥാ വീര പ്രസന്നോ മാധവായസ. എല്ലാവരും കൂടി സ്തുതിച്ചു. ആ വീരഭദ്രൻ അവരെയൊക്കെ അനുഗ്രഹിച്ചു. അപ്പോഴേക്കും അവിടെ വൃഷവാഹനനായിട്ട് ദേവിയോടുകൂടി ശ്രീപരമേശ്വരൻ ആവിർഭവിച്ചു എന്നാണ്. തുടർന്ന് എല്ലാവരും ആ ഭഗവാനെ സ്തുതിക്കുന്നു, ദക്ഷനെ ജീവിപ്പിക്കുന്നു. ആ ഒരു കഥ ദക്ഷയാഗം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ടാണ് ഈ ദക്ഷകാണ്ഡം, സ്കന്ദപുരാണത്തിലെ ശിവരഹസ്യ ഖണ്ഡത്തിലെ ആദ്യ ഭാഗമായിട്ടുള്ള ദക്ഷകാണ്ഡം, അത് പൂർത്തിയായിട്ടില്ല, ഇനിയും ഏതാനും അധ്യായങ്ങളുണ്ട്. അതാണ് നമ്മൾ നാളെ പ്രഭാതത്തിൽ ആരംഭിക്കുമ്പോൾ ദക്ഷകാണ്ഡത്തിൻ്റെ ഒടുവിൽ ആ ജ്യോതിർലിംഗ ആവിർഭാവത്തെക്കുറിച്ച് പറയുകയാണ് ചെയ്യുക. അരുണാചല ആവിർഭാവം എന്നാണ്. ഇപ്പോൾ ശിവപുരാണത്തിൽ ഈ അരുണാചല ആവിർഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ധനുമാസത്തിലെ തിരുവാതിരയുടെ അന്ന് ആദ്യം ആവിർഭവിക്കുകയും പിന്നീട് മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനുമുള്ള ഒരു പരീക്ഷണം, അതിൻ്റെ ഒടുവിൽ അവർക്ക് ഭഗവാൻ ദർശനം നൽകുന്ന ദിവസമാണ് ശിവരാത്രി. ധനുമാസത്തിലെ തിരുവാതിരയിൽ ആവിർഭവിച്ച ഈ അനലസ്തംഭത്തെ, അതിൻ്റെ തുടക്കം എവിടെയാണ്, അതെവിടെയാണ് അവസാനിക്കുന്നത്, അതിൻ്റെ രണ്ട് ഭാഗങ്ങളെ കാണാൻ വേണ്ടി അന്വേഷിച്ച് പുറപ്പെട്ട മഹാവിഷ്ണുവും ബ്രഹ്മാവും അതിൽ പരാജിതരാവുകയാണ്. എന്നാൽ ബ്രഹ്മാവാവട്ടെ വ്യാജം പ്രവർത്തിച്ചുകൊണ്ടാണ് താൻ ജയിച്ചു, തൻ്റെ ഈ പരീക്ഷയിൽ താൻ ലക്ഷ്യം കണ്ടു എന്ന് വ്യാജം പറയുകയാണ്. അതാണ് ബ്രഹ്മാവിന് ശാപം കൊടുക്കാനൊക്കെ കാരണമായത്. എന്തായാലും അവിടെ ഭഗവാന് മഹാവിഷ്ണുവിന് അനുഗ്രഹമാണ് ലഭിച്ചത്. അങ്ങനെ അവർക്ക് മുന്നിൽ ആ ഭഗവാൻ മഹാദേവൻ ദർശനം നൽകുന്ന ദിവസമാണ് ശിവരാത്രി.